ഹേയ് ഹലോ അസ്സാം വലൈക്കും. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൽ മേ ബി ഏറ്റവും ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമല്ലേ. അതും ഒരു 13-15 വർഷം മുന്നേ പരിചയമുള്ള ഫ്രണ്ട്സ് ആകുമ്പം അടിപൊളിയല്ലേ. അപ്പോൾ ദേ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് സെഫിയാണ്. ഞാനും സെഫിയും ഒരുമിച്ച് BDS എനപ്പോയിൽ പഠിച്ചതാണ്. അപ്പോൾ സെഫിയ ഇപ്പം മൈസൂർ സെറ്റിൽഡ് ആണ്. വല്ലപ്പോഴും ഇങ്ങനെ നാട്ടിലേക്ക് വല്ല വെക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വരിക. പിന്നെ എൻ്റെ അടുത്തേക്ക് വരാനുള്ള വേറൊരു കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അയക്കുന്ന ഓൺലൈനായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ മൈസൂരിൽ സെഫിയൻ്റെ അടുത്തേക്കാണ് ഡെലിവറി ചെയ്യുക. അപ്പോൾ സെഫിയ നാട്ടിലേക്ക് വരുമ്പോൾ സാധനം എനിക്ക് കിട്ടുമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെഫിയൻ്റെ ഉമ്മാൻ്റെ വക എനിക്ക് കുറച്ച് കോളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിലും നേരത്തെ സെഫിയ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ വീടിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചു. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐക്കിയ ഹോൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് പോയി നോക്കണേ. അങ്ങനെ ഞാനും സെഫിയയും കൂടെ സാധനങ്ങളെല്ലാം അകത്തേക്ക് വെച്ചു. അതിലൊരു ബോക്സ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ സ്റ്റഡി ടേബിളായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മ കുറച്ച് കോൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെഫി തന്നെ എനിക്കെല്ലാം സെറ്റാക്കി തരുമായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നോ ഇന്നലെയോ പരിചയപ്പെട്ട ആളുകളല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും ഏകദേശം നമ്മളെ സിസ്റ്റേഴ്സിനെ പോലെ തന്നെയാണ്. അങ്ങനെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോഴത്തേക്കിനും സെഫിയക്ക് നല്ല ചായ, സമൂസ, പൊക്കവടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആളതെല്ലാം കഴിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ നേരെ എൻ്റെ ക്ലിനിക്കിലേക്കാണ് പോയത്. നമ്മൾ കണ്ടുമുട്ടുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിരിയുന്നവരെ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടാവും കേട്ടോ. പണ്ട് ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും അതുപോലെ കോളേജ് ലൈഫും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സെഫിയക്കും എന്നെ പോലെ തന്നെ 3 ബേബി ഗേൾസ് ആണ് കേട്ടോ. അതിൽ ആദ്യത്തെ 2 ആളും ട്വിൻസ് ആണ്. പിന്നെ ചെറിയൊരു ബേബിയാണുള്ളത്. അപ്പോൾ മക്കളൊക്കെ ഉമ്മൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് സെഫിയൻ്റേതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് കാലിക്കറ്റ് വന്നതായിരുന്നു. അങ്ങനെ ക്ലിനിക്കിൽ വന്ന സ്ഥിതിക്ക് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ആൾക്കൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു കൊടുത്തു കേട്ടോ. ഹൈഡ്രാ ഫേഷ്യൽ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളും പോയിട്ട് ചെയ്യണം കേട്ടോ. സ്കിന്നിന് ഇത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വേറെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസവും ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. മാത്രമല്ല ഈ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ഒരു സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്മളെ സ്കിന്നിന് കൊടുക്കാൻ കഴിയും. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ബേസിക് സ്കിൻ കെയർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് ക്ലിനിക്കിൽ വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് ഡോക്ടർ റഫീഖ് സ്കിൻ ക്ലിനിക്കിലായിരുന്നു. അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ് അവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് കുറച്ച് മെഡിസിൻസും വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ കാലിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫുഡാണല്ലോ. അപ്പോൾ എവിടെ പോയി ഫുഡ് കഴിക്കും എന്നൊക്കെ ഉള്ളൊരു ആലോചനയിലായിരുന്നു നമ്മൾ കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും 2 ടൈപ്പാണ്. സെഫിയക്ക് നല്ല നാടൻ ചോറ്, മീൻ കറി, അങ്ങനെ ആ ഒരു സ്റ്റൈല് ഭക്ഷണമാണ് ഇഷ്ടം. പക്ഷേ ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ ഓപ്ഷൻസിൽ എപ്പോഴും ഏതെങ്കിലും ഒരു കഫേ ആയിരിക്കും. ബ്രൗൺ ടൗണോ ബൺ ക്ലബ്ബോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ ഇന്ന് 2 ആളും കൂടെ ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ട് നമ്മളിതേ ബിരിയാണി കഴിക്കാനായിട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ റഹ്മത്തിലെ ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. റഹ്മത്തിലെ ബീഫ് ബിരിയാണിക്ക് വെറും ഹൈപ്പ് മാത്രമേ ഉള്ളൂ, വലിയ ടേസ്റ്റൊന്നുമില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. റഹ്മത്തിലെ ബിരിയാണി ബിരിയാണി തന്നെയാണ്. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റും ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് അപ്പുറത്തേക്കാണ് ഇവർ പാർക്കിംഗ് വരുന്നത് കേട്ടോ. എന്നാലും ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്കും അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും അവരുടെ തന്നെ ഫ്രീ ഓട്ടോ സർവീസ് ഉണ്ട് കേട്ടോ. സെഫിയക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സെഫിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വീഡിയോയിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ, പാർക്കിംഗ് ദൂരെയാണെങ്കിലും അവിടുന്ന് ഫ്രീ ആയിട്ട് അവരുടെ തന്നെ ഓട്ടോ സർവീസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ള റഹ്മത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം ഒരു 3-4 ഫ്ലോർ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ ടോട്ടലി 4 ഫ്ലോർസാണ്. ഇതിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ, അതായത് തേർഡ് ഫ്ലോറിലുള്ള ആ ഒരു ഡൈനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ഡൈനിങ് ആണ്.
നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഫ്ലോറിലാട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ AC ഫാമിലി, ഫസ്റ്റ് ഫ്ലോറിൽ നോർമൽ ഫാമിലി, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു എക്സ്പ്രസ് കൗണ്ടർ പോലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര വെറൈറ്റിയാണ്. ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു സാലഡും ഓർഡർ ചെയ്തു. സെഫിയൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സൂപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളൊരു ചിക്കൻ ടിക്കയും പിന്നെ ഒരു ബീഫ് ബിരിയാണിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാ ദം ബീഫ് ബിരിയാണി അല്ല കേട്ടോ, ഇത് ബീഫ് ബോൺ ബിരിയാണി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഒന്ന് ഫുള്ള് പറഞ്ഞാൽ തന്നെ നമുക്ക് രണ്ടുപേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള പോർഷനും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട്. ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓവർലോഡ് ഫീലിംഗ് ആയിപ്പോയി. അപ്പോൾ അതോടെ നമ്മൾ ഔട്ടിങ് അവസാനിപ്പിച്ചു. മാത്രമല്ല സെഫിയക്ക് കൊയിലാണ്ടി എത്തേണ്ടതുകൊണ്ട് അത്യാവശ്യം ലേറ്റ് ആവുന്നതിന് മുന്നേ വേഗം ഇറങ്ങാമെന്നുള്ളൊരു പ്ലാൻ ആയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ് പോകാറുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഒക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.